ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളെ പെരുന്നാളെടുത്തില്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട് മൊത്തം നമ്മളുമ്മ പണ്ടേ ഈ പെരുന്നാൾ നോമ്പ് എല്ലാം എടുത്ത 2-3 ദിവസം മുന്നേ വീട് മൊത്തം കിച്ചണും പുറവും ഉള്ളും വീടും മൊത്തം ഒന്ന് വൃത്തിയാക്കും. അങ്ങനെ നമ്മ ആ ശീലം ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോക്കാന്ന്. പിന്നെ പെരുന്നാളിൻ്റെ തലേന്നാൾ നമ്മ ഇത് വെക്കും, ചക്കര ചോറ് പായസം. അങ്ങനെ നമ്മൾ പെരുന്നാൾ നോമ്പിനും അതുപോലെ തന്നെ റമളാൻ മാസം എടുത്താൽ 2-3 ദിവസം മുന്നേ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കും. അങ്ങനെ ഇന്ന് ദുൽഹജ്ജിൻ്റെ ഇതായില്ലേ, പെരുന്നാൾ ആയില്ലേ, അടുത്തില്ലേ, അതുകൊണ്ട് ഞാനിന്ന് വീട് എല്ലാം ആദ്യം ഫസ്റ്റ് കിച്ചൺ ക്യാബിനറ്റെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും. പിന്നെ നാളെയും മറ്റന്നാളെല്ലാം ആയിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് തീർക്കും ഇൻഷാ അല്ലാ. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ സാൻഡ്വിച്ച് ആക്കി ഉപ്പാക്ക് കൊണ്ടുപോകാൻ കൊടുത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങട്ടെ. അതിൻ്റെ വീഡിയോ പിടിക്കാം കേട്ടോ. ഇത് ചിപ്സ് നാട്ടുന്നവരെ കൊണ്ട് തന്നേന്ന്. പിന്നെ സവാള വാങ്ങിയിട്ടുണ്ട്, അതിന് അത് ഫസ്റ്റ് വൃത്തിയാക്കിയിട്ട് ഒന്ന് വെക്കട്ടെ. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും, പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
പിന്നെ ഇത് നമ്മൾ പാക്കറ്റ് സാധനം നമുക്ക് സാധനം വാങ്ങണമെങ്കിൽ ബത്തയിൽ പോകണം. സൗദിയിലുള്ളവർക്കറിയാം, നമ്മൾ ബത്തയിൽ കുറേ ദൂരെയായിരുന്നു. അപ്പോൾ പോയാൽ ഇതുപോലെ 2-3 പാക്കറ്റ് പരിപ്പ്, ഈ പുട്ടുപൊടി, പച്ചരിപ്പൊടി ഇതെല്ലാം കുറച്ചധികം എടുക്കും. എന്നാൽ പിന്നെ ഈ കറി വെക്കാൻ ഇല്ലാത്ത, ഫ്രിഡ്ജിലൊന്നും ഇല്ലാത്ത ദിവസത്തിൽ വേഗം പരിപ്പ് വെക്കാമല്ല. നമുക്ക് നാട്ടിലെ പോലെ വേഗം പോയിട്ട് വാങ്ങാൻ കഴിയൂല. അതുകൊണ്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ കുറച്ചധികം വാങ്ങി വെക്കും. പരിപ്പ്, കടല, ചെറുപയർ, ഇതുപോലത്തെ പുട്ടുപൊടി, ഇതുപോലത്തെ പാക്കറ്റ് സാധനം വേഗം ഒന്നും കേടാവില്ലല്ലോ. അങ്ങനെയൊന്നും അതാണ് ഈ പരിപ്പെല്ലാം കുറച്ചധികം കാണും. ഇത് ദോശ റൈസാണ്. ദോശ റൈസ് ഈ ബോക്സിലുണ്ടായിന്. പിന്നെ അതിൻ്റെ അകത്തൊരു പാക്കറ്റ് പൊട്ടിച്ച് തട്ടാനുണ്ടായിന്, അത് തട്ടിക്കൊടുത്തു. പിന്നെ നമ്മൾ കാര്യമായിട്ട് പറയാനുള്ളത്, ഇത് പിന്നെ ബസ്മതി റൈസാണ്. ഇത് കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് ബാക്കിയുണ്ട്, അതും കൂടെ ദോശ റൈസിൻ്റെ ഒക്കെ തട്ടിക്കൊടുത്ത്. ദോശ നമ്മൾ നെയ്യപ്പം എല്ലാം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ബസ്മതി റൈസോട്. ഈ വിൻഡോൻ്റെ ഇതുണ്ട്, ഒരു വെളുത്ത ഒരു അടയാളം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പുറന്ന് കിച്ചണിന്ന് അത് ക്ലീൻ ചെയ്തിട്ട് പോകുന്നേയില്ല. കാണുമ്പോൾ ഒരു സമാധാനക്കേട്. എന്നിട്ട് ഇടയ്ക്കിടെ ഞാൻ തുടക്കും, പക്ഷേ അത് പോകുന്നില്ല എന്തായിട്ടും. അത് അപ്പുറന്ന് തുടക്കണം, പുറത്ത് ആടെ ഇറങ്ങാൻ കഴിയില്ല. ഒരു ഹോൾസ് പോലത്തെ ഒരു സ്ഥലമാണ് കിച്ചണിൻ്റെ. ഇപ്പം ഇതൊരു ഈന്തപ്പഴം ഉപ്പാക്കാരോ കൊടുത്തതാണ്. നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കുറേ സ്ഥലം വേണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യലെന്ന് വെച്ചാൽ വെയിലത്തിട്ടിട്ട് 2-3 ദിവസം ഉണക്കിയാൽ അതിൻ്റെ നനവെല്ലാം പോയിട്ട് ആ ഒട്ടിപ്പിടിക്കൽ പോകും. പിന്നെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം കുറേ ദിവസം. അങ്ങനെ അത് വെയിലത്ത് കൊണ്ടുവച്ച്, പിന്നെ അലക്കാനുണ്ട്. അതിന് കുറച്ച് ഇത് അലക്കാനിട്ടിട്ട് പിന്നെ എൻ്റെ പണി തീർന്നിട്ടില്ല. കിച്ചന് അടിച്ചു വാരി ഒന്ന് തുടക്കലും വേണം. അതും കഴിഞ്ഞിട്ട് കുളിച്ച് നിസ്കരിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണം. അങ്ങനെ അലക്കാനിട്ട്
കിച്ചൺ മൊത്തം വൃത്തിയാക്കി അൽഹംദുലില്ലാ. ഇനി പിന്നെ ഫുഡ് ഉണ്ടാക്കണം. ഇനി ബാക്കി സ്ഥലമെല്ലാം ഇൻഷാ അല്ലാഹ് നാളെ ചെയ്യും. പിന്നെ ഇനി കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കട്ടെ. കുളിച്ച് നിസ്കരിച്ച് വരുമ്പോൾ ഡ്രസ്സെല്ലാം അലക്കിയതായിന് അത് കൊണ്ടുപോയി പുറത്തിട്ടു. പിന്നെ ഈന്തപ്പഴം കണ്ട ഇത് ഉണങ്ങി കേട്ടോ, നല്ല നനവുണ്ടായിന്, എല്ലാം അപ്പം ഒട്ടിപ്പിടിക്കുന്നുണ്ടായിന്. ഇനി ഇത് നമുക്ക് പുറത്ത് തന്നെ ഒരു ബോക്സിലോ മറ്റാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കണ്ട. ഇങ്ങനെ നമുക്ക് ഈന്തപ്പഴം കിട്ടിയാൽ ഞാൻ ചെയ്യല്. ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചിനെ. ഫസ്റ്റ് നോക്കുമ്പം ഈ പണിയെല്ലാം ക്ലീനിങ് കഴിഞ്ഞ് നോക്കുമ്പം ആകെ ടയേർഡായി, കാലെല്ലാം വേദന എടുക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ദോശ എവിടെയാണ് നോക്കുമ്പോൾ ദോശൻ്റെ അരി വെള്ളത്തിലിട്ട് ഇറക്കാൻ പോകുമ്പോഴത്തേക്ക് ചോറില്ല. ദോശക്ക് അരി ഇറക്കുമ്പോൾ ചോറ് ഇറക്കണ്ടേ, അങ്ങനെ കുറച്ച് ചോറ് വെച്ചു. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് അങ്ങനെ ഉണ്ടാക്കല്ല, അതുകൊണ്ടാണ് ഇല്ലാത്ത. പിന്നെ മുരിങ്ങക്കായും പരിപ്പും ആക്കുന്ന കറി. ഇവിടെ ചൂട് തുടങ്ങിയല്ലോ. അങ്ങനെ മുരിങ്ങക്കായും പരിപ്പും കറി വെക്കട്ടെ. ദോശക്ക് ഞാൻ ചോറ് വെക്കുന്നുണ്ടായിട്ടില്ലേ, ആ ചോറ് ശരിയായി. ഇനി അരി അരച്ചിട്ട് ദോശ ഉണ്ടാക്കട്ടെ. ഇപ്പം ഏകദേശം ഒരു വൈകുന്നേരമായി. ഇനിയിപ്പോൾ മകരിവ് കഴിഞ്ഞ് ഇപ്പം ഓഫീസിൽ നിന്ന് വരും. പിന്നെ മകരിവ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കില്ല നമ്മൾ, മകരിവ് സ്ഥലം കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ദോശയും കറിയും കട്ടൻ ചായയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ എൻ്റെ ദോശ കറിയെല്ലാം റെഡിയായി, ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ മഗ്‌രിബ് കൊടുക്കാനായി. അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് എന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.